വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങി. DMOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെ? സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും നേർ തിരിഞ്ഞ് തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യത്തിൽ തന്നെ അത് കാണാം. വലിയ രീതിയിലുള്ളൊരു സംഘർഷ സ്വഭാവത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് തർക്കമുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, മറ്റ് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പുറത്ത് ഉപരോധിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ഈ ഉപരോധത്തിനിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. പെടുന്നനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും മുഖാമുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് വലിയ ഉന്തും തള്ളും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. അകത്ത് ഈ യുവതിയുടെ അടക്കം മൊഴി, വിവരങ്ങൾ, വിശദാംശങ്ങൾ ആരായുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തർക്കം ഇപ്പോൾ കുത്തിയിരിക്കാൻ വേണ്ടി പോകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരമാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും പ്രതിഷേധം മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? ഇവിടെ വയനാട് മെഡിക്കൽ കോളേജില് 74 ദിവസം മുമ്പ് ഒരു പെണ്ണ് സുഖപ്രസവം നടന്നിരുന്നു. ഇപ്പൊ ഉണ്ടായതെന്ന് വെച്ചാൽ സൂപ്രണ്ട് മറുപടി പറഞ്ഞില്ല. സൂപ്രണ്ട് പറഞ്ഞ ആ രോഗിയുടെ ഉത്തരവാദിത്തമാണ് നോക്കേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ അവരെവിടെയെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോന്ന് അവർ സംശയം ചോദിക്കുക. ഒരു നടപടി എടുക്കാണ്ടിരിക്കുകയാണ്. ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് സൂപ്രണ്ടിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം ആളിപ്പെടുന്നത്. അവരിപ്പോ നിലവിലൊന്നും പറയുന്നില്ല. അവർ ആലോചിക്കട്ടെ നമ്മളിപ്പോ 1-2 മണിക്കൂറായി ഇവിടെ ആലോചന തുടങ്ങിയിട്ട്. ആ പെണ്ണിനെ ഹിയറിംഗിന് വെച്ചിട്ടാണ് ആ രോഗിയെ. അത് ഏതോ ഹാളിൽ വെച്ചിട്ടാണ് പോലും ഹിയറിംഗ് നടത്തുന്നത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതാണ് എന്തായാലും കൃത്യമായ ഒരു ഉത്തരം സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നലെ പുറത്തെടുത്ത തുണിക്കെട്ട് ഞങ്ങൾ പറയും, ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറയുമ്പോ പോലീസുകാർ ചിലക്കണ്ട, ഒരാളും ചിലക്കണ്ട. ഞങ്ങൾ പറയും, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, ആ സഹോദരിയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത രക്തപങ്കിലമായ തുണിക്കെട്ടാണിത്. ഇപ്പോൾ ഈ ആശുപത്രിയിലെ ഒരു കെട്ടിടത്തിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ആ സഹോദരിയുടെ വയറ്റിൽ നിന്നെടുത്ത തുണിക്കെട്ടാണ് ഞാനും നിങ്ങൾ കാണുന്നത്. ആ തുണി ഇവിടുത്തെ അന്വേഷണ വിഭാഗത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ടും ബഹുമാനായ സൂപ്രണ്ട് പറയുകയാണ്, ആ കക്ഷിയെ ഞങ്ങൾ സംശയിക്കുന്നു. 2 മാസം മറ്റെന്തെങ്കിലും കാരണത്തിന് ആരെയെങ്കിലും രോഗി എന്ന നിലയിൽ സമീപിച്ചപ്പോൾ പറ്റിയ വീഴ്ചയാകാം. പിന്നെ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, അദ്ദേഹം അവരൊരു സ്ത്രീയല്ലേ എന്ന് കൂടി കൂട്ടിച്ചേർത്തു. ഒരു കാര്യം പറയാം, വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.